അക്രമ സംഭവങ്ങളുടെ നിഴലിലായിരുന്ന കണ്ണൂർ സമാധാന അന്തരീക്ഷം വീണ്ടെടുക്കുന്നു. എന്നാൽ വരാനിരിക്കുന്ന ശ്രീകൃഷ്ണ ജയന്തി ആഘോഷത്തിൽ വീണ്ടും സമാധാന അന്തരീക്ഷം തകരാതിരിക്കാനുള്ള തീവ്രശ്രമത്തിലാണ് പോലീസ്. നാളെ സർക്കിൾ ഇൻസ്പെക്ടർമാരുടെ നേതൃത്വത്തിൽ നടക്കുന്ന യോഗം ആഘോഷ പരിപാടികൾ എവിടെയൊക്കെ നടത്തണം എന്നതിനെക്കുറിച്ച് അന്തിമ തീരുമാനമെടുക്കും. അഴീക്കോട് നിന്ന് തിരികൊളുത്തിയ അക്രമ സംഭവങ്ങൾ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലേക്ക് പടർന്നപ്പോൾ കണ്ണൂരിലെ ജനങ്ങൾ ഒന്നടങ്കം ഭീതിയിലായിരുന്നു. ആയുധധാരികൾ ഇരുളിന്റെ മറവിൽ കാണിച്ചു കൂട്ടിയ അക്രമങ്ങൾ അതിഭീകരവുമായിരുന്നു. വൈകിയാണെങ്കിലും CPM-ഉം BJP RSS നേതൃത്വവും ഒരുമിച്ചിരുന്നപ്പോൾ സമാധാനം വീണ്ടെടുക്കാൻ കഴിഞ്ഞു. കണ്ണൂരിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ മുഖം നോക്കാതെ നീതിപൂർവമായ നടപടിയെടുക്കുമെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പറഞ്ഞു. സർക്കാരിന്റെ ശ്രമത്തോട് എല്ലാവരും സഹകരിക്കണം. സമാധാനം കൈവരിക്കാൻ വേണ്ടി, ശാന്തമായ അന്തരീക്ഷം നിലനിർത്താൻ വേണ്ടി ഗവൺമെന്റ് നടത്തുന്ന ശ്രമങ്ങളോട് എല്ലാവരും സഹകരിക്കണം എന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. എന്നാൽ ശനിയാഴ്ച നടക്കാനിരിക്കുന്ന ശ്രീകൃഷ്ണ ജയന്തി ആഘോഷവേളയിൽ നിലവിലെ സമാധാനം തകരാതിരിക്കാനുള്ള തീവ്രശ്രമത്തിലാണ് പോലീസും ജില്ലാ ഭരണകൂടവും. ആഘോഷ പരിപാടികളിൽ വിട്ടുവീഴ്ച ചെയ്യാൻ ഇരുവിഭാഗവും തയ്യാറായിട്ടില്ല. ജില്ലയിലെ 187 കേന്ദ്രങ്ങളിൽ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷം നടത്താനാണ് RSS-ഉം CPM-ഉം പോലീസിനോട് അനുമതി ചോദിച്ചിരിക്കുന്നത്. നാളെ ചേരുന്ന ജില്ലയിലെ CI-മാരുടെ നേതൃത്വത്തിലുള്ള പോലീസിന്റെ യോഗം ഇതിൽ അന്തിമ തീരുമാനമെടുക്കും. റിപ്പോർട്ടർ, കണ്ണൂർ.